Hello guys, welcome back to the video after a long time. Yes guys, ഞാൻ ആക്ച്വലി കുറെ നാൾക്ക് ശേഷം തിരിച്ച് വീഡിയോയിലൊക്കെ വരുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. ഞാൻ ലാസ്റ്റ് 2 മാസം മുമ്പിട്ടാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ, ടെസ്റ്റിന്റെ വീഡിയോ എന്ന് തോന്നുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ, ബട്ട് കുറെ നാൾക്ക് ശേഷം വീണ്ടും തിരിച്ച് വീഡിയോ ഒക്കെ വരികയാണ്. എന്താ അറിയില്ല, പെട്ടെന്ന് സ്റ്റോപ്പായി. I don't know how, but still എവിടെപ്പോ എന്തൊക്കെ പ്രശ്നമുണ്ട്. മെയിൻലി ടൈമാണ് ഏറ്റവും വലിയ ദുരന്തം. എന്താ ചെയ്യേണ്ട അറിയില്ല. ഞാൻ ആക്ച്വലി ഇന്ന് വീഴാൻ കാരണം ചെറിയ ഫ്രീ ടൈം കിട്ടി. ഞാൻ തന്നെ ഞാൻ എന്താ പറയാ, ലാസ്റ്റ് വീഡിയോ ടേസ്റ്റ് ഞാൻ പിറ്റേ ദിവസം വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചാണ്. ബട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ബിക്കോസ് ടൈം ഉണ്ടായില്ല. ടോട്ടൽ ഓഫ് ദി ടൈം അതിനെ എഡിറ്റ് ചെയ്യാനുള്ള സമയം അതും ഇല്ല. ആൻഡ് അങ്ങനെ ബേസിക്കലി ഇപ്പോ കോളേജൊക്കെ ആയതുകൊണ്ട് സെമിസ്റ്റർ 1 ഇനി, സോ 1 തന്നെ കുറെ പഠിക്കാനും ഇഷ്ടംപോലെ എഴുതാനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ലോങ് വീഡിയോസ് ഇടാൻ പറ്റാത്ത വരുന്ന സാഹചര്യമായത് കൊണ്ട് ഇടാൻ പറ്റിയില്ല. I don't know what to say anymore. ബട്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം, പേന കൈ പിടിച്ചിട്ട് ബുക്ക് ഫുള്ള് ഇഷ്ടംപോലെ ഏതാണ്ട് ഇപ്പോഴും എഴുതി കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും പെൻഡിങ്ങില്ല. അപ്പൊ യൂഷ്വലി ഇവിടെ ബ്രദേഴ്സ് ഒക്കെ തന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ടൈമാണ് ഈ ടൈമിലൊക്കെ. ഓരോക്കൊന്നും പറ്റില്ല. ഒരാൾ കിടന്നുറങ്ങാണ്, ഒരാൾ പുറത്തു പോയ സ്ഥിതിക്ക് ഇപ്പൊ കിട്ടിയ ടൈമിന് വീഡിയോടാണ്. എന്താ ചെയ്യണ്ടേ, എന്താ പറഞ്ഞ ഇപ്പോഴും പെടുത്തുന്നില്ല. അപ്പൊ വെറുതെ ഒന്ന് വീഡിയോ ഓണാക്കിയപ്പോ ഞാൻ ആക്ച്വലി എന്താ പറയാ, യൂഷ്വലി ഡെയിലി മൈ ലൈഫ് ഫോൺ എടുക്കുന്നു, ഇൻസ്റ്റാഗ്രാം തോന്നുന്നു, റീല് കാണുന്നു, അങ്ങനെ ഇരുന്നു. ബട്ട് ഞാന് അതിൽ ട്രെൻഡിങ് അനുസരിച്ച് ലൈക്ക് റീൽ തോന്നുമ്പോ അതേ പോയിന്റുള്ള വേറെ ഏതെങ്കിലും വന്നു അപ്പൊ ട്രെൻഡിങ് ആണെന്നുള്ളത്. അപ്പൊ ഞാൻ ട്രെൻഡിങ് ബേസ് ആക്കിയിട്ട് റീൽസ് അപ്ലോഡ് ചെയ്യലാണ് ഡെയിലി പണി. എന്താ ചെയ്യാൻ അറിയില്ല. ലോങ് വീഡിയോസ് എന്തായാലും പറ്റില്ല, നമ്മളെ ഷോർട്ട് വീഡിയോ ആക്കി ഇടാം അങ്ങനെ വിചാരിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ ഓരോ റീൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിരിക്കുക. എഫ്സ്റ്റീൻ ഫയൽസ് എന്തോ ഫയൽസ് ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പൊ കഥ അറിയില്ല, ഇപ്പൊ ഞാനായിട്ട് പറയണ്ടല്ലേ. എന്താലേ, ദ വേൾഡ് ഈസ് അപ്സൈഡ് ഡൗൺ. വൺ പീസ് കണ്ടെത്ര ആൾക്കാരുടെ അറിയില്ല. അതില് ഒരു പോയിന്റ് ആണ് വേൾഡ് കംസ് അപ്സൈഡ് ഡൗൺ, ഒരു വാക്ക്. അപ്പൊ അതേപോലെ ആയിക്കണ്. ഞാൻ പണ്ടേ കേൾക്കാൻ തുടങ്ങിയ ഒരു വാക്കാണത്. എന്താ അല്ലേ, അതൊക്കെ ഒരു ടൈം ലൈൻ. നിങ്ങൾക്ക് എന്താ പറയാനുള്ള കമന്റ് ബോക്സിലൊന്നും അറിയിക്കുക അതിനെ കുറിച്ചുള്ള എന്താണുള്ളത്. പിന്നെ എത്ര പേര് ഇപ്പോഴും എന്റെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് അറിയില്ല. പ്ലീസ് സപ്പോർട്ടായി നിൽക്കുക. അപ്പോഴാണ് എനിക്കൊരു ആവേശം ഉണ്ടാവുക അടുത്തടുത്ത വീഡിയോസ് ഇടാനും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ബേസ്ഡ് വീഡിയോ വേണ്ട ജസ്റ്റ് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിലൊന്നും അറിയിക്കാം. നമുക്ക് എന്താക്കാം, ജസ്റ്റ് നോക്കാം. ഇത് പറ്റുമോ ഇല്ല നമുക്ക് ശ്രമിച്ചു നോക്കാമല്ലോ. ഇപ്പൊ പെരയാൻ തന്നെ വീഡിയോ എടുക്കാനെക്കാട്ടും നല്ലത് പുറത്ത് എടുക്കുമ്പോൾ വേറെ ലെവലല്ലേ. എന്റെ മെയിൻ കണ്ടന്റ് എന്ന വ്ളോഗാണ്. ബട്ട് എനിക്ക് വ്ളോഗ് ഇടാനുള്ള അങ്ങനെ സമയം കിട്ടണമെന്നില്ല. സമയം മാത്രമല്ല, അതിനുള്ള ആൾക്കാരും ഇവിടെ ഇല്ല, പ്രത്യേകിച്ച് എന്റെ നാട്ടില്. സോ നാട്ടിലെ ഗ്യാങ്സ് വേറെ സ്ഥലത്താണ്. ഇനി അവരെ വരാണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വ്ളോഗ് നിലനിൽക്കാനും പറ്റില്ല. സോ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കമന്റ് ബോക്സ് സജസ്റ്റ് ചെയ്യുക എങ്ങനത്തെ വീഡിയോ ഇടണം, എങ്ങനെ ഞാൻ ചെയ്ത് തരണം എന്ന് വെച്ചാൽ കമന്റ് ബോക്സ് ഒന്ന് അറിയിച്ചാൽ നമുക്ക് എന്താക്കാം, അത് ബേസ് ആക്കി വീഡിയോസ് ഇറക്കാം. ഐ ട്രൈ ടു ഡു ഇറ്റ്. പിന്നെ ഈ പറഞ്ഞ ഇനിയിപ്പോ CS എക്സാമാ വരുന്നത്, ഇനിയിപ്പോ അതിന് പഠിക്കണം. അതിന് വേണ്ടിട്ട് ഇപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ എഴുതൂല. എന്തൊരു മാർക്ക് ഉണ്ട്. എന്താ ചെയ്യണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. വരുന്ന എഴുതുന്നു, പഠിക്കുന്നു, പോണ്, ഇതൊക്കെ തന്നെ. എഴുതിട്ട് എന്താണ് അതൊന്നും മനസ്സിലാവൂല. അപ്പൊ അങ്ങനെ യൂഷ്വലി കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞില്ല. അത് എന്താ ചോദിച്ചു കഴിഞ്ഞാല്, എനിക്ക് യൂട്യൂബ് മെസ്സേജ് തന്നു മാക്സിമം 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour, ഈ 3 ഏതെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അന്ന് എന്താ കാട്ടിന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എപ്പോഴും ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല ഇതിപ്പോ നിങ്ങൾ പുതിയതായിട്ട് കാണിക്കും, ഈ വീട്ടിനുള്ളിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഡെയിലി കാണണല്ലേ. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ വെറൈറ്റി പിടിച്ച് കാറ് കയറിയ വീഡിയോ എടുത്തു. കാറ് കയറിയ വീഡിയോ എടുത്തപ്പോഴാണ്
കുറെ ഡാമേജുകളൊക്കെ ഉണ്ടായി. അതായത് ഒന്ന് വീഡിയോ എടുക്കുന്ന ടൈമില് ഞാൻ ഇങ്ങനെ സ്മൂത്ത് റെക്കോർഡ് ചെയ്ത് പോവാണ്. കാരണം ഇതിന് 256 GB ഉണ്ടല്ലോ. അത്യാവശ്യം ചാർജ് ഉണ്ടായി. ഞാൻ നോക്കുമ്പോൾ 50% ഒക്കെ ഉണ്ടായി. അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ എന്താ പറയാ, അന്ന് ലൈവ് ഇട്ടീന് ഞാൻ വീഡിയോ മറ്റേ യൂട്യൂബില്. പിന്നെ ഡിസ്കണക്ട് ആയി പോയി. അതിനുശേഷം ഞാൻ ലൈവ് നിർത്തി. പകരം എന്താക്കുക, അതുപോലെ വീഡിയോ എടുത്തിട്ട് സാധാ അപ്ലോഡ് ചെയ്യാ വിചാരിച്ചു. പിന്നെ ഞാന് ഇങ്ങനെ സെൽഫി സ്റ്റിക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം, സ്വകാശം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെ നമ്മളെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ 50% ഇട്ടോ ഉണ്ടായിരുന്നതില്. അപ്പൊ വീഡിയോ ഞാൻ മാക്സിമം ഒരു 30 മിനിറ്റ്സ് ആക്കാൻ നോക്കിയേന്. ഇങ്ങനെ കഥ പറഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് ഓർമ്മ, നാട്ടിൽ ഒരു ചെക്ക് അവിടെ ഉണ്ട്, എന്നാ പിന്നെ ഓന്റെ വീട്ടിൽ പോയിട്ട് ബാക്കി അവിടെ നിന്ന് എടുക്കാന്ന് പ്ലാൻ ആയി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമില് ഫോൺ ഇങ്ങനെ ഹീറ്റ് ആവുന്നുണ്ട്. കാരണം ഒന്ന് കാറിലെ AC ഓണല്ല, രണ്ട് വിൻഡോ ഓപ്പൺ ആക്കിയിട്ടാണ് ചെറുതായിട്ട്, ഫുള്ളായി ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പൊ ആ ഹീറ്റ് പ്രോസസ്സും ഫോണിന്റെ ഹീറ്റ് പ്രോസസ്സും ഞാൻ അറിയാലോ. ഞാൻ വിചാരിച്ച ഫോണൊക്കെ അടിച്ചു വീണാ. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നോക്കുമ്പോണ്ട് ഫോണ് ലോക്കായി കിടക്കും. ഞാൻ എടുത്ത് നോക്കുമ്പോണ്ട് അത് വീഡിയോസ് നോക്കണം. ഞാൻ ഇങ്ങനെ പറയണ്ടല്ലോ, ഈ പറഞ്ഞ വീഡിയോസ് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എവിടെ വെച്ചിട്ട് നിന്ന് അതും എനിക്ക് പിടുത്തല്ല, കംപ്ലീറ്റ് പോയി. അതായത് ആ വീഡിയോ 50 മിനിറ്റ്സ് കറക്റ്റ് ആയിട്ടില്ല, എന്നാൽ ഏകദേശം ആ 50 മിനിറ്റ്സ് ആയിട്ടുള്ള പോയിട്ടുള്ളത്. ഓക്കെ, അത് ഒന്നാമത്തെ റീസൺ ഒന്ന് ഫോൺ ഹീറ്റ് ആയിട്ട്, രണ്ടാമത്തെ മെയിൻ റീസൺ ആ ബാറ്ററി ചാർജ് തീർന്നതിന്. അതായത് ഒരു വാണിംഗ് വരുമല്ലോ 20% ആയി എന്നിട്ട്, ആ ഒരു വാണിംഗ് അതിൽ വന്നിട്ട് പിന്നെ അത് നോക്കിയിട്ടില്ല. ഈ വീട് നിന്ന് പോയത് തന്നെ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ പടപടാണ്ട് പറഞ്ഞുകൊണ്ട്, പക്ഷെ എന്താണ് കേറുന്ന അറിഞ്ഞിട്ടില്ല. അന്നത്തെ ദിവസം പകുതി പോയി. അപ്പൊ ഞാൻ എന്താക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിനിപ്പോ ഓന്റെ വീട്ടിൽ പോയി എടുക്കാഴ്ച പ്ലാൻ ഇട്ട്. അവിടെ ചെന്ന് ഈ വീഡിയോ എടുക്കുന്ന ടൈമില് എന്താ അറിയില്ല, ഞാൻ ചെറിയ ക്ലിപ്പ് എടുത്ത്. അപ്പൊ ക്യാമറ ആപ്പ് എക്സിറ്റ് ആയി, തന്നെ എക്സിറ്റ് ആയി. പിന്നെ എന്താ ചെയ്യേണ്ട ഉള്ളിൽ കൊടുത്തു. പിന്നെ ഞാൻ നോക്കുമ്പോൾ എന്താ പറയാ, ചാർജൊക്കെ ഉണ്ട്, ഹീറ്റ് ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല, തന്നെ ബാക്കാവും. ഞാൻ ബഗ്ഗ വിചാരിച്ചു. കുറച്ച് നേരം എടുക്കാൻ വിചാരിച്ചപ്പോ പിന്നെ അത്യാവശ്യമായിട്ട് പുറത്ത് വണ്ടി വന്നു. പിന്നെ ആ വ്ലോഗ് അവിടെ സ്റ്റോപ്പ് പെൻഡിങ് ആയി. പിന്നെ ആ വീഡിയോ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പൊ പകരം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. എന്താ ഇതൊക്കെ ഉണ്ടാവും. ആസ് എ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓർ വ്ലോഗർ ആരായാലും ഇങ്ങനത്തെ സംഭവം ഉണ്ടാവും. ബേസിക്കലി എനിക്കിപ്പോ പ്രത്യേകിച്ച് കിട്ടിയിരിക്കണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, യുനോ ഈ ക്യാപ്കട്ട് യൂസേഴ്സ്, അതായത് എഡിറ്റേഴ്സ് ഉണ്ടല്ലോ, മെയിനായിട്ട് എഡിറ്റേഴ്സ്, ഞാൻ ക്യാപ്കട്ട് പറഞ്ഞില്ല, മെയിനായിട്ട് എഡിറ്റേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് വേറെ ഞാൻ ചെയ്യുക. ഈവൻ കൂടുതലും ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണ്. ആപ്പിളിനെ ബേസ് ചെയ്ത് അങ്ങനെ വന്നിട്ട് ഇതൊരു കുറവാണ്. എനിക്ക് വന്നിട്ടുണ്ട്, വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ അറിയില്ല. വന്ന കാര്യം പറയാം. അതായത് ഞാൻ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ഒരു ഫോൺ എന്ന് പറഞ്ഞാല് ഈ റെഡ്മി എന്താ 6 നോട്ട് 6 അങ്ങനെ എന്തോ ഫോണാണിത്. കറക്റ്റ് പേര് നമുക്ക് കുറയല്ലോ. ഇതിന്റെ ഫോണും കൂടെ അല്ല, എന്റെ ഫ്രണ്ടിന്റെ ഫോണാണ്. ഇതിന്റെ മുമ്പ് യൂസ് ചെയ്ത എന്റെ ഫോൺ റെഡ്മി 10C എന്നിട്ട്, ആ ഫോണിലെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഈ 4K 60 FPS ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 4K സപ്പോർട്ട് ആവില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാന് കുറച്ച് ക്ലിപ്സ്, എന്റെ കോളേജിലത്തുള്ള കുറച്ച് ക്ലിപ്സ് ഉണ്ട്, ഞാൻ അതെന്താക്കി വെച്ചിട്ടുള്ള ഒരു വീഡിയോ വലിയ 1.5 മിനിറ്റ് 1.5 മിനിറ്റിന്റെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ക്ലിപ്പ് ആഡ് ചെയ്യും. ആ ക്ലിപ്പൊക്കെ ആണെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ഉണ്ട്. എനിക്ക് വേണ്ടത് 1 മിനിറ്റ് 30 സെക്കൻഡ്സിന്റെ വീഡിയോ ആണ്. ആ പാട്ടൊക്കെ സെറ്റാക്കി, ആകെ ലാഗാണ്. അഡ്ജസ്റ്റ് ചെയ്ത് പോയി സെറ്റാക്കി വെച്ചിട്ട് അത് അവസാനം 1.5 മിനിറ്റ് ആക്കി. അപ്പൊ എനിക്കൊരു കോള് വന്നു. അതിന്റെ ഫോൺ ഹീറ്റ് ആവേണ്ട കേട്ടോ, കാരണം അത്ര യൂസ് ചെയ്യണ്ടല്ലോ. അപ്പൊ ഞാൻ കോള് കട്ടാക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കണമല്ലോ. ഞാൻ ഒന്നുകൂടി റീക്യാപ്പ് ആയിട്ട് ഒന്നുകൂടെ നോക്കി, പ്ലേ ബട്ടൺ നോക്കിയിട്ട് സാധനം ഏകദേശം ഒക്കെ ലെവലായി വന്ന് പകുതി വെച്ചിട്ട് സ്റ്റക്കായി. എന്താ ചെയ്യേണ്ട അറിയില്ല. പകുതി വെച്ചിട്ട് വീഡിയോ സ്റ്റക്കായി, ബാക്ക് അടിയണില്ല, ലോക്ക് ആവണില്ല, സൗണ്ട് കുറയില്ല, കൂട്ടാൻ പറ്റില്ല, ഫുൾ സ്റ്റക്ക്. ചാർജ് ഉണ്ട് 55% ചാർജ് ഉണ്ടായി. ഞാൻ ആകെ സ്റ്റക്കായി, ഞാനും സ്റ്റക്കായി. അതാ രസം.
ഞാൻ പിന്നെ എന്നിട്ട് എന്താക്കി വെച്ച് കഴിഞ്ഞാല് വെറുതെ പോയി ഫോൺ കുത്തിവെച്ച്. അപ്പൊ ഫോൺ ലോക്കായി. കുറച്ച് ഹീറ്റ് ആവണ്ടല്ലോ, അപ്പൊ കുറച്ച് വാമ വെച്ച് എടുക്കാൻ വിചാരിച്ച്. പിന്നെ എടുത്ത് നോക്കുമ്പോണ്ട് ക്യാപ് കട്ട് കാണാനില്ല. എന്നാൽ മെയിനിൽ ക്യാപ് കട്ട് യൂസ് ചെയ്യാം. ക്യാപ് കട്ട് കാണാനില്ല. ഞാൻ രണ്ടാമത് കേറിയിട്ട് മറ്റേ സെർച്ച് ബാറിൽ ക്യാപ് കട്ട് അടിച്ചേക്ക്. എന്തോ സാധനം അവിടെ ഉണ്ടായിന്. ഞാൻ എടുത്ത് ഓപ്പൺ ആക്കി നോക്കുമ്പോണ്ട് ഞാൻ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, ആ സേവിടെ എടുക്കുന്നുണ്ട്. ഞാൻ എടുത്ത് നോക്കുമ്പോണ്ട് എറർ. ഞാൻ ആഡ് ക്ലിപ്പ് അതിൽ കാണാനില്ല. പാട്ടുണ്ട്, ഞാൻ ആഡ് ക്ലിപ്പ് അതിൽ കാണാനില്ല. സൗണ്ട് എഫക്ട്സ് കാണാനില്ല. മ്യൂസിക് മാത്രം. ആകെ എന്ത് ചെയ്യണം ഒരു പിടുത്തമില്ലാണ്ടായി. ഞാൻ എന്നിട്ട് എന്താ പറയാ, എന്റെ ഐഫോണിൽ രണ്ടാമത് എഡിറ്റ് ചെയ്യണം. ഇത് തുടങ്ങണം. എത്രയോ 3-4 ദിവസത്തിന് ശേഷമാണ് ഞാൻ പ്രോസസ് ചെയ്യാൻ ഐ മീൻ എന്താ പറയാ സേവ് ചെയ്യാൻ നിക്കണേ. അപ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നം. ആകെ ഡൗൺ ആയി. എനിക്ക് എന്ത് ചെയ്യണം ഒരു പിടുത്തമല്ലാണ്ടായി. എന്നിട്ട് ഞാൻ എന്താ കാട്ടി വെച്ച് കഴിഞ്ഞാല് ഈ വീഡിയോ വെറുതെ എക്സ്പോർട്ട് ചെയ്തു. അപ്പൊ ഫുള്ള് ബ്ലാക്ക്. അതിൽ എന്തുണ്ട്, സൗണ്ട് എഫക്റ്റ് ഉണ്ട്, മറ്റേ ഈ ട്രാൻസ്ലേഷൻസ് ഉണ്ടല്ലോ അതുണ്ട്, മ്യൂസിക് ഉണ്ട്, വീഡിയോ ഇല്ല. ആകെ ഭ്രാന്ത് പിടിച്ചു. അപ്പൊ രണ്ടാമത് ക്രിയേറ്റ് ചെയ്യണമല്ലോ. ഞാൻ എന്നിട്ട് ഐഫോൺ എടുത്തിട്ട് രണ്ടാമത് ക്രിയേറ്റ് ചെയ്യാന് ട്രൈ ചെയ്ത്. അതും ഇതേപോലെ 2.5 മിനിറ്റിന്റെ സാധനങ്ങളൊക്കെ ആണ്. അപ്പൊ 1 മിനിറ്റ് 30 സെക്കൻഡ്സ് ആക്കേണ്ടത്. ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെ കാട്ടി കൊടുക്കുക. ആകെ തലവേദനയായിരിക്കും. കാരണം ആ ഒരു പ്രോസസ്സിങ് പോയി കഴിഞ്ഞാൽ പിന്നെ കൈ മൊത്തത്തിൽ പോയി. അപ്പൊ ഒന്നും ഞാൻ രണ്ടാമത് ക്രിയേറ്റ് ചെയ്യാൻ വിചാരിച്ചു. പെട്ടെന്ന് ഞാൻ എന്തോ ഒരു ക്ലിപ്പ് എടുക്കാൻ ഈ ഫോൺ തന്നെ എടുത്ത്, ഒരു റെഡ്മി ഫോൺ എടുത്ത് വെറുതെ ക്യാപ് കട്ട് ഓൺ ആക്കിയപ്പോൾ ആ ക്ലിപ്പ് മൊത്തം കെടുക്കുന്നത് ഒരു കുഴപ്പമില്ലാണ്ട്. എക്സ്പോർട്ട് ചെയ്യുമ്പോഴോ ട്രൈ ആക്കി ഫുള്ള് ഡൗണ്. ഞാൻ പിന്നെ ഇതന്നെ ആക്കി, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇത് ചെയ്യാൻ നോക്കുമ്പോൾ ഫോൺ ഓവർ ഹീറ്റ് ആയിട്ട് ബാക്ക് അടിഞ്ഞു പോയി ആപ്പ്. എന്റെ ഐഫോൺ എക്സസ് ആണ്. അപ്പൊ എന്തായാലും ഓവർ ഹീറ്റ് ചെയ്യാൻ വലിയ പ്രശ്നമാണല്ലോ, അറിയാലോ. അപ്പൊ ഞാൻ എന്താക്കി, കൂളിംഗ് ഫാൻ വെച്ച് ചെയ്യാൻ നോക്കുമ്പോണ്ട് ആപ്പ് ഓപ്പൺ ആക്കണം, ബാക്ക് അടിഞ്ഞു പോകണം, ഓപ്പൺ ആക്കണം, ബാക്ക് അടിഞ്ഞു പോകണം, ഓപ്പൺ ആക്കണം, ബാക്ക് അടിഞ്ഞു പോകണം. ഇതന്നെ കൈ മൊത്തം പോയി. ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, മനസ്സിലായി. ഞാൻ അതങ്ങനെ പെൻഡിങ് വെച്ച്. പിന്നെ ഞാൻ ഒരു ഇന്നലെ മിനിഞ്ഞാന്നിട്ടോ വെറുതെ എടുത്തു നോക്കി, വെറുതെ എക്സ്പോർട്ടും കൊടുത്ത് വീഡിയോ സെറ്റായി. ഒരു ഹാപ്പിനെസ് അന്നേരം കിട്ടി. ഈ മിക്ക എഡിറ്റേഴ്സും ഇത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതായത് മിക്കത് ആൻഡ്രോയിഡ് യൂസേഴ്സിനും ഫീൽ ചെയ്തിട്ടുണ്ടാവുക. ഈ സാധനം എക്സ്പോർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ട്രൈ അഗെയിൻ. പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് ഒരാൾ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു വിചാരിച്ചു. ആ എഡിറ്റ് ചെയ്ത് അയാൾ കഴിച്ചിട്ട് അയാൾ പറഞ്ഞ മെയിൻ ഒരു കാര്യമുണ്ട്, ബ്രോ സോങ് ഒന്ന് മാറ്റും. അതിൽ എല്ലാ എഡിറ്റേഴ്സും പോകും. ഓക്കെ, അതിലേക്കൊന്നും പറയാനില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കണത്, ഞാൻ എന്റെ കസിൻസിന് കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ പറയും, അതാ വീഡിയോ അടിപൊളിയാട്ടാ, ജി മറ്റേ സോങ് ഒന്ന് മാറ്റുമോ ചോദിക്കും. എനിക്ക് ഇനി എന്താ ചെയ്യേണ്ട ഐഡിയ. ഞാൻ പിന്നെ ആ പരിപാടി നിർത്തി. ഞാൻ പിന്നെ വീണ്ടും തുടങ്ങിയ ഈ സംഭവം. അതൊക്കെ ഒരു കാലം പോവാൻ അനുഭവിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ സജസ്റ്റ് ചെയ്യും ഞാൻ എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ഇടണം, എന്തൊക്കെ ചെയ്ത് തരണ്ടേ, അങ്ങനെ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. പ്രത്യേകിച്ച് എഫ്സ്റ്റീൻ ഫയൽസ് അറിയാലോ. എഫ്സ്റ്റീൻ എപ്പോ എവിടെ ഇൻസ്റ്റ തുറന്ന എഫ്സ്റ്റീനാണ്. ഞാൻ റീലിട്ടുണ്ട്, അല്ല സോറി, റീലും ഉണ്ടാവും, എന്റെ ഷോർട്സിലുണ്ടാവും. ഇപ്പൊ ലേറ്റസ്റ്റ് നടന്നോണ്ട് ഇതിന്റെ FIP എന്താ അപ്പൊ അതിൽ കാണാനില്ല. എന്തൊക്കെ നടന്നു പറയുന്നു. ഇന്ന് രാവിലെ വരെ അതേ ഡിസ്കഷൻ. സോ നമുക്ക് ജസ്റ്റ് വീഡിയോ എൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാൻ ജസ്റ്റ് സജസ്റ്റ് ചെയ്ത് തരാൻ ഞാൻ എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ഇടുന്നുള്ളത്. ആൻഡ് see you next video. Bye.